പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കുന്നതായ ജീവിതാനുഭവം, സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതികൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ദയവായി ഫോൺ കോളുകൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഒരുപക്ഷെ കോൾ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. ആകയാൽ നിങ്ങൾ ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും പ്രാർത്ഥനയോടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് അവസാനം വരെ ശ്രമിക്കുവാൻ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാജൻ എബ്രഹാമും സിസ്റ്റർ ലിയ സാജനുമാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ജീവിതാനുഭവം നമുക്ക് കേൾക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ, ദൈവാസിയെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സാജൻ എബ്രഹാം. എൻ്റെ ഭാര്യയുടെ പേര് ലിയ സാജൻ. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, ദയാമറിയം, മന്നാമറിയം. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിൽ ദമോ ജില്ലയിൽ നിന്നാണ്. ഓക്കെ, സ്തോത്രം. കർത്താവിൻദാസി ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിയ സാജൻ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരു ദമ്പതികളാണ് നമ്മോടൊപ്പം തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ തക്കൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. തുടർന്ന് പ്രിയപ്പെട്ടവരെ നമ്മോട് സംസാരിക്കും. ആകയാൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്ന് ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവം നമ്മ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് പ്രിയപ്പെട്ടവർക്ക് അവസരങ്ങളെ വേർതിരിച്ചുകൊള്ളുന്നു. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനും അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു നല്ലൊരു അവസരം ദൈവം ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായി ഫ്ലാറ്റും ഒരുക്കി തന്ന പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡാനിയൽ പാസ്റ്ററുമായിട്ട് ഞങ്ങളെ കണക്ഷൻ ചെയ്ത, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഞങ്ങളോട് പറഞ്ഞ മധ്യപ്രദേശിൽ തന്നെ അശോക് നഗറിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ രാജേഷ് ടിആറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നടത്തിയ വഴികൾ വലുതാണ്, അവർണ്ണനീയമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അരോമ ടി വിയുടെ പല പ്രിയപ്പെട്ടവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായിട്ടും അനുഗ്രഹമായിട്ടും തോന്നി. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളെ ദൈവം നടത്തിയ വഴികൾ ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു മർത്തോമ പശ്ചാത്തലമുള്ള ഒരു വീട്ടിലാണ് ജനിക്കുകയും വളരുകയൊക്കെ ചെയ്തത്. പപ്പയും മമ്മിയിൽ നിന്ന് കേട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു മുമ്പോട്ട് പോകാം. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വിവാഹത്തോട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാകുവാനിടയായിരുന്നു, പപ്പയുടെ വീട്ടിൽ. അതിന് കാരണം പപ്പയുടെയും മമ്മിയുടെയും വിവാഹം നടന്നത് പപ്പയുടെ മാത്രം ഒരു തീരുമാനത്തിലായിരുന്നു. മമ്മിയായിട്ടുള്ള വിവാഹം നടന്നു. പപ്പയുടെ വീട്ടുകാർക്ക് അതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. പല കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട്. സാമ്പത്തികമായും പല പ്രശ്നങ്ങൾ അതിന്റെ പുറകിലുണ്ടായിരുന്നു. എങ്കിലും പപ്പയുടെ താല്പര്യപ്രകാരം ആ വിവാഹം നടക്കുകയും അതിനുശേഷം അതിനെ ചൊല്ലിയുള്ള പല പ്രശ്നങ്ങൾ പപ്പയുടെ വീട്ടിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ പപ്പ ബോംബെയിൽ ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. വിവാഹ സമയത്ത് നാട്ടിൽ വരികയും വിവാഹശേഷം വീണ്ടും ബോംബെയിലുള്ള ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിയുള്ള ബന്ധത്തിൽ പപ്പയായിരുന്നു. എനിക്ക് ഏതാണ്ട് 1 വയസ്സുള്ള സമയം വരെ ബോംബെയിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പപ്പയും മമ്മിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറുപ്രായത്തിൽ മറാഠിയും ഹിന്ദിയും ഒക്കെയാണ് ഞാൻ കുഞ്ഞു പിള്ളേർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം എൻ്റെ വല്യമ്മച്ചി, അതായത് പപ്പയുടെ മമ്മി,
മമ്മിക്ക് അസുഖവും മറ്റു കാര്യങ്ങളുമായപ്പോൾ നാട്ടിലേക്ക് പപ്പ തിരിച്ചു വന്നു. അതിനുശേഷം വല്യമ്മച്ചിയുടെ പപ്പയുടെ മമ്മിയുടെ മരണത്തിന് ശേഷം മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിക്കാനിടയായി തീർന്നു. അത് വളരെ രൂക്ഷമായിട്ട് തന്നെ ആ പ്രശ്നങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു രാത്രിയിൽ പപ്പയുടെ ചേട്ടന്മാരും വീട്ടുകാരും തമ്മിലുള്ള പല പ്രശ്നങ്ങൾ മൂലം വീട്ടിൽ നിന്ന് ഒരു രാത്രിയിൽ പപ്പയും മമ്മിയും, ഞാൻ ഏതാണ്ട് 1 വയസ്സേ എനിക്കുള്ളൂ, വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു. ആ വീട് വിട്ട് ഇറങ്ങി, ഇതെന്റെ പപ്പയും മമ്മിയും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീട് വിട്ടിറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ നടക്കുന്ന ആ യാത്രയിൽ, ആ വഴിയിൽ എപ്പോഴും എൻ്റെ പപ്പ പറഞ്ഞു, കുഞ്ഞു കൊച്ചല്ലേ, ഇതിനെ എവിടെയെങ്കിലും നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഒരു കുളമുണ്ട്, അവിടേക്ക് കളയാം, നമുക്ക് എവിടെയെങ്കിലും പോയി മരിക്കാം, ഇനി മുമ്പോട്ട് എങ്ങനെ നമ്മൾ ജീവിക്കാനാ? കാരണം ചെറുപ്രായത്തിൽ തന്നെ ബോംബെയിലേക്ക് പോയതുകൊണ്ട് ഇനി എവിടെ പോയി താമസിക്കും, എന്ത് ജോലി ചെയ്യും, ഇതൊന്നും പപ്പയ്ക്കൊരു ഒരു ഒരു ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായിരുന്നു ഇരുട്ടത്തുകൂടി ആ രാത്രിയിൽ പൊക്കോണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് മമ്മി പറഞ്ഞു, ദൈവം എനിക്ക് ആദ്യമായിട്ട് തന്ന കുഞ്ഞാണ്, ഇതിനെ ഞാൻ കൊല്ലത്തില്ല, ഇതിനെ ഞാൻ വളർത്തും, അതിനെ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവര് മുമ്പോട്ട് പോയി പരിചയമുള്ള ഒരു വീട്ടിൽ പോയി മുട്ടി. അങ്ങനെ ആ രാത്രിയിൽ ആ വീട്ടിൽ താമസിക്കുകയും പിന്നെ മുമ്പോട്ട് ഒരു വാടക വീട് സംഘടിപ്പിച്ച് അതിൽ താമസിച്ച് എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളൊക്കെ മുമ്പോട്ട് പോയി. ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഇന്ന് എൻ്റെ പപ്പായും മമ്മിയും ഞാനും ഒരുപോലെ ദൈവത്തിന് നന്ദി പറയും. ദൈവം അത്ഭുതകരമായി ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു 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 അല്പസമയത്ത് ദുഃഖമോ പ്രശ്നമോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിലേക്ക് നമ്മളെ നടത്തുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നു, അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ 3 ജീവൻ നഷ്ടപ്പെട്ടു, അതോടുകൂടി ആ ഒരു കുടുംബം അവിടെ അവസാനിച്ചു. പക്ഷെ ഇന്ന് ഞാനൊരു മിഷണറിയാണ്, എൻ്റെ പപ്പയും മമ്മിയും കർത്താവിനെ ആരാധിക്കുന്നു, മധ്യപ്രദേശിൽ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എവിടെയോ ഞാൻ കേട്ടതുപോലെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താതെ ഒരു കോമയിട്ട് അല്പം ഒന്ന് നിൽക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതാൻ ദൈവം തരും. കാരണം പലപ്പോഴും മനുഷ്യരായ നമുക്ക് മുമ്പോട്ടൊന്നും കാണാൻ പറ്റാതെ വഴി അടഞ്ഞ മേഖലയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ ദൈവത്തിന് കടലിന്റെ ആഴത്തിലും വഴി കാണാൻ പറ്റും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്യുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. അതെന്റെ ജീവിത അനുഭവമാണ്. അങ്ങനെ ചെറുപ്രായത്തിൽ പപ്പയുടെ കൂടെ മമ്മിയുടെ കൂടെ ഞാൻ താമസിച്ചു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ആ സമയത്ത് മുമ്പിൽ വന്നു. പട്ടിണിയും, അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങൾ ആ സമയത്ത് മുമ്പിൽ വന്നു. പക്ഷെ ആ സമയത്തൊക്കെ ദൈവം ഓരോ കാര്യങ്ങളിലൂടെ ഞങ്ങളെ മുമ്പോട്ട് നടത്തി. ഞാൻ ഓർക്കുന്ന ഒരു ചെറുപ്രായത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ഈ ട്രങ്ക് പെട്ടിയാണ്, അലൂമിനിയത്തിന്റെ ഒരു ട്രങ്ക് പെട്ടിയാണ്. അതൊരു ഫാഷനാണ്. അത് കഴിഞ്ഞാണ് ബാഗ് വന്നത്. അപ്പൊ ഞാൻ പപ്പയുടെ ഒരു വാശി പിടിച്ചു, എനിക്ക് അത് വേണം. അപ്പൊ പപ്പ പറഞ്ഞു, ഇപ്പൊ അതൊന്ന് വാങ്ങിച്ചു തരാനുള്ള സാമ്പത്തികം ഇല്ല, ഒരു കാര്യം ചെയ്ത് നീ പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, മർത്തോമയിലായിരിക്കുമ്പോഴും പപ്പ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. മമ്മിയും അതുപോലെ പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞൊരു കാര്യം, നീ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച യേശുപ്പച്ചൻ തരും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് സ്കൂളിൽ പോകാൻ എനിക്ക് ആ പെട്ടി വേണം, ഞാൻ ആ പെട്ടി കൊണ്ടേ പോവുള്ളൂ. ഒരു അത്ഭുതം എന്ന് പറയാം. ഇന്നും ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. പപ്പയുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി, അവര് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആന്റിയാണ്. നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പപ്പയെ കുറിച്ച് അന്വേഷിച്ചു, ഇന്നിടത്താണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. അവര് വന്നപ്പോൾ ഒരു ചെറിയ ട്രങ്ക് പെട്ടിയും കുറച്ച് തുണികളുമായിട്ടൊക്കെയാണ് പപ്പയെ കാണാനായിട്ട് വന്നത്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ആദ്യത്തെ ഒരു അത്ഭുതമാണ് ദൈവം എൻ്റെ 1ാം ക്ലാസ് ജീവിതത്തിന്റെ തുടക്കത്തിൽ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അതെനിക്ക് ഒത്തിരി ഒരു ബലം നൽകി. പ്രാർത്ഥിച്ചാൽ ദൈവം വഴികളെ തുറക്കും. നമ്മൾ മനുഷ്യന്റെ മുമ്പിലേക്ക് കൈ നീട്ടുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന്റെ മുമ്പിലേക്ക് കൈ നീട്ടുകയും ദൈവത്തോട് പറയുകയും ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു. അങ്ങനെ ചെറുപ്രായത്തിൽ ആ ഒരു ചെറിയ വീട്ടിൽ, എന്ത് പറഞ്ഞ, പണ്ടെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ പോലും മണ്ണ് വെണ്ടുള്ള വീടും ഓലമേഞ്ഞ വീടും ഒരു ചെറിയ വീടിനകത്ത് അങ്ങനെ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കാവുന്ന മറ്റൊരു കാര്യം, മർത്തോമ ചർച്ചിൽ നിന്ന് വെച്ച് നടത്തിയ ഒരു VBS
എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ കുട്ടികളോടൊക്കെ ആയിട്ട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താണ്, വലുതാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ്, സ്വപ്നം എന്താണ്, നിങ്ങൾ ആരാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ കുട്ടികളൊക്കെ, കൊച്ചു കുട്ടികളായതുകൊണ്ട് പറഞ്ഞു പോലീസ് ആവണം, പ്ലെയിൻ ഓടിക്കണം, ഞാൻ വലിയ വണ്ടി വാങ്ങിക്കും. കൊച്ചു കുട്ടികൾ പറയുന്നത് പോലെ തന്നെ പറഞ്ഞു. പക്ഷെ ഒന്നും മിണ്ടാതിരുന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് BBS പഠിപ്പിച്ച ടീച്ചർ എൻ്റെ മമ്മിയോട് പറഞ്ഞത്, ടീച്ചറെ എനിക്ക് മർത്തോമേൽ എനിക്കൊരു തിരുമേനി ആവണം. അപ്പൊ എന്നിട്ട് പറഞ്ഞു, തിരുമേനി കല്യാണം ഒന്നും കഴിക്കത്തില്ലെന്ന് അറിയാവോ ടീച്ചറിന്? അപ്പൊ പറഞ്ഞു, അറിയാം. ഞാൻ കല്യാണം ഒന്നും കഴിക്കത്തില്ല, ഞാൻ തിരുമേനി ആകും. അന്ന് എൻ്റെ മമ്മിയുടെ അടുത്ത് വന്ന ടീച്ചർ വന്ന് പറഞ്ഞു, മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവന്റെ ഉത്തരം കേട്ടിട്ട്. അതെങ്ങനെ അത് പറഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല. അപ്പം അതെന്റെ ലൈഫിലെ രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു. പിന്നെ അവിടുന്ന് മുമ്പോട്ട് പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. ചെറുപ്രായത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒത്തിരി കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ടും പപ്പയും മമ്മിയും എനിക്ക് പറഞ്ഞു തന്നത്, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുക, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. പ്രൈസ് ലോർഡ്. എൻ്റെ ജീവിതത്തിലും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാന് ആസാമിലെ തേസ്പൂർ ജില്ലയിലെ ഗോപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ജനിച്ചത്. എൻ്റെ വീട്ടില് പപ്പയും മമ്മി, ഞങ്ങൾ 5 പേരായിരുന്നു. എൻ്റെ പപ്പ ലൂട്ടർ മിഷന്റെ ഒരു പാസ്റ്ററാണ്. അമ്മ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പം എൻ്റെ സിസ്റ്റർ, ഏറ്റവും ഇളയ സിസ്റ്റർ 2 വയസ്സായ സമയമായപ്പം അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടായപ്പം അമ്മയ്ക്ക് ചികിത്സിക്കാൻ വേണ്ടി വീട്ടിലെല്ലാം കുറെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിട്ടു. പിന്നെ വിട്ടിപ്പം ഒത്തിരി പ്രയാസങ്ങളായി. അമ്മയുടെ ജോലി പോയി. പിന്നെ പപ്പ പാസ്റ്റർ ആയതുകൊണ്ട് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ആയിരുന്നു വീട്ടില്. അപ്പം ഞങ്ങൾ 5 പേരായിരുന്നു. ഞങ്ങൾ മൊത്തം ഒത്തിരി ആസാമിലെ ആ സമയത്ത് ഒത്തിരി ബോർഡർ ലൈൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒത്തിരി പേർക്കും പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു. അതുപോലെ ഞങ്ങളുടെ വീട്ടിലും ഒത്തിരി പ്രശ്നമായിരുന്നു. അപ്പം ആഹാരം കഴിക്കാനൊന്നും ഇല്ല. ഒരു ദിവസമാണെങ്കിൽ 3 ദിവസം ഞങ്ങൾ പട്ടിണി ഇരുന്നു, ഞങ്ങൾ 5 പേരും. കഴിക്കാനൊന്നും ആഹാരമില്ല. ഒരു രാത്രി ഞാൻ ഓർത്ത്, 3-ാമത്തെ രാത്രി ഞാൻ ഓർത്ത്, കർത്താവ്, ഞാൻ ഇങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉപ്പപ്പന്മാരുടെ വീട്ടിൽ പോകും, എങ്ങനെയാലും ആഹാരം ചോദിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഒത്തിരി പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പം എൻ്റെ പപ്പ തീരുമാനം എടുത്തു, ഞങ്ങളെ ഒരു മമ്മി പഠിച്ച ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടറിന്റെ വീട്ടിൽ നിർത്താന്ന് വിചാരിച്ചു. ഞങ്ങൾ 5 പേരെ കൊണ്ടുപോയി. അപ്പം 5 പേരെ കൊണ്ടുപോയി ഡോക്ടറിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ഡോക്ടർ എന്ന് വെച്ചാൽ അന്യജാതികളെ ആരാധിക്കുന്നവരാണ്. അത് കണ്ടുകൊണ്ട് പപ്പ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി നിന്നാലും ഞാന് ഇവരെ അന്യ ആരാധിക്കുന്നവരെ ഏൽപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോകണം, വീട്ടിൽ കൊണ്ടുപോകണം. ഭയങ്കര ഒത്തിരി വിഷമം, ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു അപ്പച്ചനുണ്ട്, റിലേറ്റീവ് ആണ് അപ്പച്ചൻ, മിഷനറിയാണ്. അത് അരുണാചലിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരു അപ്പച്ചനാണ്. അത് ഒത്തിരി മലയാളി ഗലുമായത്തും ഇങ്ങനെ പ്രെയർ ചെയ്യാൻ പോവായിരുന്നു. അവരുടെ ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി അവരുടെ വീടുകളൊക്കെ ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടു. അവരുടെ പേരാണ് അലക്സ് അങ്കിളും റോസ്മി ആന്റി. ആന്റി അങ്കിള് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കൊച്ചിന് വേണം, ഒരു പെൺകൊച്ചിന് വേണം എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഒരു മോനും ഒരു മോളുണ്ട്. അവരുടെ കൂടെ ഒക്കെ എനിക്ക് ഒരു കൊച്ചിനെ വേണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം അപ്പച്ചൻ പറഞ്ഞു, ഓക്കെ, ഒരു കൊച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നേരം അങ്കിളും വേറെ ഒരു അങ്കിളും കൂടി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു, ആസാമിൽ വന്നപ്പം എന്നെ കണ്ടു. അവര് വീട്ടിൽ അരുണാചലിൽ കൊണ്ടുപോയിപ്പം ആന്റി അങ്കിളും ഭയങ്കര ഒരു സ്നേഹമാണ് എന്നോട്. അവര് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നവരും ആരാധനയ്ക്ക് പോകുന്നവരും ഒക്കെ ആയിരുന്നു.
ആ സമയത്ത് ആന്റി അങ്കിള് പോകുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും എന്നെ കൊണ്ടുപോകുന്നു, പ്രേയറിന് ഇരുത്തുമായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഒത്തിരി ഞാൻ പഠിച്ചത്, പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുന്നതും ദൈവവചനം ഇങ്ങനെ കേൾക്കുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ വീട്ടിൽ നിന്നാണ് എല്ലാം പഠിച്ചത്. അങ്ങനെ ഒത്തിരി 10 വയസ്സായപ്പോഴാ ഞാൻ അവിടെ വന്നത്. അപ്പൊ ഒത്തിരി വർഷം നിന്ന് ആന്റി എന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആന്റി ഞങ്ങളും നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം കേരളത്തിൽ പോയി. കേരളത്തിൽ പോയപ്പം അപ്പച്ചനും അങ്കിളിന്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായതിന്റെ അവർക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ കുറേശ്ശെ മലയാളം ഒക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മലയാളം പഠിച്ചത്. അപ്പൊ അപ്പച്ചനും അമ്മച്ചി ചർച്ചിൽ പോകുമ്പോ എന്നെ എല്ലാം കൊണ്ടുപോകായിരുന്നു. ഒരു ദിവസം കണ്ട് കല്യാണത്തിന് കൊണ്ടുപോയി. നല്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പച്ചന്റെ റിലേറ്റീവിലെ ഉള്ള ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ എന്നെയും കൂടെ കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പോയത്. അന്ന് കല്യാണം കണ്ടുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സ് വന്നു, ഞാൻ കർത്താവേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കല്യാണം നടക്കുമോ എന്ന്. അപ്പൊ മനസ്സും കൊണ്ട് ഞാൻ സത്യത്തിൽ പറഞ്ഞ മനസ്സും കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കർത്താവേ എന്റെ കല്യാണം ഇങ്ങനെ നടക്കുമെന്ന് മനസ്സും കൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. അന്ന് മുതൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ നല്ലതാവണം, എനിക്ക് നല്ല ഒരു ജീവിതം വേണം ഒക്കെ ആഗ്രഹിച്ചു. പിന്നെ തിരിച്ചു പോയി, അരുണാചൽ തിരിച്ചു പോയി. അരുണാചല് തിരിച്ചു പോയി. പിന്നെ എനിക്ക് അവിടെ ജോലി കിട്ടി. അരുണാചലിലെ പാർലമെന്റ് സെക്രട്ടറി ഓഫീസിലെ കുറച്ച് ദിവസം ഞാൻ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്ത സമയത്തും നല്ലതായിരുന്നു. എനിക്ക് നല്ല ഫ്രണ്ട്സിന് കിട്ടി, നല്ല സന്തോഷമായിരുന്നു. അവര് അവര് നല്ല കുടിക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. പക്ഷെ എന്നെ കാണുമ്പോ നല്ല ഡിസെന്റ് ആയിട്ട് അവര് നിൽക്കുന്നത്. കാരണം പ്രെയർ ചെയ്യുന്ന ഒരു പെണ്ണാണ്, അവള് അങ്ങനെ കുടിക്കില്ല, അങ്ങനെ നല്ല ഒരു കൊച്ചാന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ മാറ്റി നിർത്തുമായിരുന്നു. കുറെ ദീദിമാരുണ്ടായിരുന്നു, അവര് നല്ല കുടിക്കുന്നവരായിരുന്നു. അപ്പം ഒരു ദിവസം ആണെങ്കിൽ ഇവര് പാർട്ടി ചെയ്യാൻ പോയി എല്ലാരും കൂടെ. അപ്പൊ എന്നെയും കൂടെ വിളിച്ചിട്ട്, ഞാൻ അങ്ങനെ പോകാറില്ല, അപ്പൊ എന്നെയും കൂടെ കൊണ്ടുപോയി. അപ്പൊ എന്നെയും കൂടെ കൊണ്ടുപോയിപ്പം ഞാൻ വരുന്നതിന് മുമ്പ് ഇവര് ഒരു ജ്യൂസിനകത്ത് ഇങ്ങനെ എന്താ പറയണേ മദ്യം അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഇവളെ ഞങ്ങൾ കുടിപ്പിച്ചിട്ട് ഇവളെ ഞങ്ങള് നല്ല ഇതൊക്കെ കുടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു ദീദി പറഞ്ഞു, ഒരിക്കലും അവളെ ചെയ്യാൻ പാടില്ല, കാരണം അവൾ പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണാണ്, ചർച്ചിൽ പോകുന്ന ഒരു പെണ്ണാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഇവര് എല്ലാരും കൂടെ അല്ല ഇവര് കുടിപ്പിക്കണോന്നൊക്കെ പറഞ്ഞ് എന്റെ കൈ തന്നപ്പോ എന്റെ കയ്യിന്ന് അറിയാതെ വീണുപോയി, ഗ്ലാസ്സിന് പോയി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്തെങ്കിലും സംഭവം ഉണ്ട്. അപ്പം പിന്നെ ആ ഒരു ദീദി പറഞ്ഞത് ഇതിന് മദ്യം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിന്നെ കുടിപ്പിക്കാനുള്ള പരിപാടി, പക്ഷെ നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചു, അങ്ങനെ എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഒന്നും കൂടെ എനിക്ക് ഒരു ഉറപ്പും വിശ്വാസം ഉണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ദൈവം നമ്മ കൂടെ ഉണ്ട്. നമ്മൾ നല്ലതായിട്ട് ജീവിക്കണമെങ്കിൽ ആഗ്രഹിക്കണമെങ്കിൽ ദൈവം നമ്മളെ കൂടെ ഇരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നു. ആന്റിയുടെ മോളുടെ കല്യാണം ആയിരുന്നു. ആ സമയത്ത് ഓരോരോ വീട്ടിൽ പോയി ആന്റിയൊക്കെ വിളിക്കാൻ പോയായിരുന്നു ആൾക്കാരെ. പിന്നെ ഒരു പാസ്റ്ററിനെ വിളിക്കാൻ പോയതാ. ഒരു പാസ്റ്റർ, അത് എഡമണ്ടിലുള്ള ഒരു പാസ്റ്ററിനെ വിളിക്കാൻ പോയതാ. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ആ പാസ്റ്റർ ധർമ്മഖണ്ഡ് പാസ്റ്റർ എന്ന് പറയും, അത് എഡമണ്ടിലുള്ള ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്ററിനെ ഞങ്ങൾ എല്ലാരും കൂടെ ആന്റി അങ്കിളും മോനും എല്ലാരും കൂടെ വിളിക്കാൻ പോയതാ. വിളിക്കാൻ പോയപ്പം വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പം പാസ്റ്റർ പറഞ്ഞു, ഈ മോള് എവിടത്തെയാ, നേപ്പാളിയാണോ ചോദിച്ചു.
അപ്പൊ ആന്റി പറഞ്ഞ നേപ്പാളിലല്ല, ആസാമിലുള്ള ഒരു പെണ്ണാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം പാസ്റ്റർ പറഞ്ഞു, ഈ മോക്ക് ഇപ്പം കുറച്ച് മാസം കഴിഞ്ഞ് കല്യാണമുണ്ട്. അത് ഒരു ദേവദാസനാണ്, ഒരു മലയാളിയാണ്. അത് മധ്യപ്രദേശില് ദൈവവേല ചെയ്യുന്ന ഒരു ഫുൾ മിനിസ്ട്രി ചെയ്യുന്ന ഒരു ദേവദാസനെയും കൊണ്ടാണ് ഇവക്ക് കല്യാണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങളെ പ്രാർത്ഥിച്ചു, ഞങ്ങൾ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഭയങ്കര ചർച്ചയായിരുന്നു. ആന്റി അങ്കിളും നല്ല കിട്ടുമെന്ന് ഒരു ഉറപ്പായി ഞങ്ങൾക്ക്. ഒരു അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആം, ഒരു എന്താ പറയുക, ഒരു ബയ്യയുടെ ഫോൺ വന്നു. ഒരു ചെറുക്കനുണ്ട്, കല്യാണത്തിന്റെ താല്പര്യാന്നൊക്കെ ചോദിച്ചു. അപ്പം ആന്റി പറഞ്ഞു എവിടത്തെയാന്ന് ചോദിച്ചു. അന്നേരം പാസ്റ്ററൊക്കെ വേറെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്, ഗുജറാത്തിലും കണ്ട്. ആ സമയത്ത് ആന്റി പറഞ്ഞു, ഓ മറ്റേ ധർമ്മകാന്ത പാസ്റ്റർ പറഞ്ഞ് മധ്യപ്രദേശിലെ പാസ്റ്ററിനെ ആ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു, ഗുജറാത്തിലെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവര് ഗുജറാത്തിൽ പോയിരിക്കുവായിരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അങ്ങനെ പിന്നെ പിന്നെ ആന്റിനോട് പറഞ്ഞു, ആ ഭയ്യ പറഞ്ഞു, അല്ല ഗുജറാത്തിലല്ല, MP-യിലെ മധ്യപ്രദേശിലെ ഫുൾ വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസന്റെ കുറിച്ചാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്റെ കല്യാണം നടന്നത്, നാട്ടിൽ വെച്ച് കല്യാണം. ദൈവം ഞങ്ങളെ ഒന്നിപ്പിക്കുകയായിരുന്നു. ഞങ്ങള് ഒന്നിച്ചേരുകയല്ലായിരുന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതികളായിരുന്നു അതിന്റെ പുറകില്. ഞാൻ ഞങ്ങള് മർത്തോമയിൽ നിന്നും പെന്തിക്കോസ്ത് അനുഭവത്തിലേക്ക് മാറാനുള്ള കാരണം, പപ്പയും മമ്മിയും ഒരു തെറ്റായ രീതി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മറ്റ് ലോക മനുഷ്യരെ കുറിച്ച് ഏറ്റവും നല്ല ഒരു പപ്പയും മമ്മിയാണ് ദൈവം എനിക്ക് തന്നത്. പ്രാർത്ഥിക്കുന്ന, പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാള്. ശനിയാഴ്ച വൈകിട്ട് തന്നെ ഞായറാഴ്ചയ്ക്ക് വേണ്ടിയുള്ള തുണിയൊക്കെ എടുത്ത് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകുന്ന ഒരു അപ്പനെയാണ് പപ്പയാണ് ഞാൻ പണ്ടേ കണ്ടിട്ടുള്ളത്. ചർച്ചിലെ, പള്ളിയിലെ എനിക്ക് 2 അനിയന്മാരും കൂടെ ഉണ്ട്. അനിയന്റെ പേര് സാംസൺ എബ്രഹാം, സാംസൺ എബ്രഹാം. കൊച്ചനിയന്റെ പേര് പ്രിൻസ് എബ്രഹാം. ഞങ്ങളെ 3 പേരെയും പപ്പയുടെ അടുത്ത് മാത്രമേ ഇരുത്തത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മൊത്തം ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ ഇവിടെ ഒന്നും അങ്ങനെ ഞങ്ങളെ മർത്തോമയിലായിരുന്നപ്പോഴും അങ്ങനെയാണ്. പക്ഷെ പപ്പ IPC-യിൽ, ഞങ്ങളുടെ വീടിനടുത്ത് നടന്ന ഒരു IPC ചർച്ചിൽ വെച്ച് റെനി ജോർജിന്റെ, കരിക്കമ്പിലെ കൊലക്കേസിലെ പ്രതിയൊക്കെ ആയിരുന്ന റെനി ജോർജ്, മദ്രാസിലെ മോൻ എന്ന് പറയുന്ന അദ്ദേഹം, അവരുടെ ഒരു ടീം വന്ന ഒരു അനുഭവ സാക്ഷ്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ കരിക്കമ്പിലെ കൊലക്കേസ് ഇതൊക്കെ പപ്പയ്ക്ക് നേരത്തെ മുതൽ അറിയാവുന്ന ഒരു, ഏതാണ്ട് ഇവരുടെ ഏജ് ഒക്കെ ഒരുപോലെയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് പപ്പ ഈ മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തു. 3 ദിവസം അടുപ്പിച്ച് നടന്ന ഒരു അവരുടെ അനുഭവങ്ങളും ഒക്കെ പറയുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. ശനിയാഴ്ച, ആ 3-ാമത്തെ ദിവസം രാത്രി, ശനിയാഴ്ച വീട്ടിൽ വന്നിട്ട് പപ്പ പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു, നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പൊ മമ്മി ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാത്തത്? അത് ഇന്ന് ഏറ്റവും പാപി എന്നും ഏറ്റവും കുറ്റവാളി എന്നും ലോകം വിധിച്ച ഒരു മനുഷ്യന്റെ അനുഭവം ഞാൻ കേട്ടു. അദ്ദേഹത്തിന് നിത്യത ദൈവം കൊടുത്തു, പക്ഷെ അതിനെക്കാട്ടി ഒരു പാപിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ട്, കർത്താവിന്റെ വചനം യഥാർത്ഥമായി അനുസരിക്കേണ്ട കുറെ കാര്യങ്ങൾ. അങ്ങനെ അടുത്ത ഞായറാഴ്ച തന്നെ പപ്പ മർത്തോമയിലോട്ട് പോകുന്ന വഴിയിൽ നിന്ന് നേരെ മാറി നേരെ IPC ചർച്ചിലേക്ക് പോവുകയായിരുന്നു. രോഗമോ കടമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നിത്യതയിൽ സ്വർഗത്തിൽ എത്തണം എന്നുള്ള ഒറ്റ താല്പര്യത്തില് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയ ഒരാളാണ് എൻ്റെ പപ്പ. ആദ്യം മമ്മിക്കും ഞങ്ങൾക്കും ഒക്കെ ഒരു അസ്വസ്ഥത തോന്നി, എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ പപ്പയുടെ തീരുമാനത്തോടു കൂടെ ഞങ്ങൾ നിന്നു. അങ്ങനെ ആ ചർച്ചിലേക്ക് പോയി. ആദ്യമൊക്കെ എനിക്കും വലിയ സന്തോഷമായിരുന്നു ചർച്ചിൽ പോകാനും ഒക്കെ ആയിട്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ മർത്തോമ ചർച്ചിനെക്കാട്ടി അല്പം ബുദ്ധിമുട്ടാണ് അവിടെ. കാര്യം പാസ്റ്റർ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മുടെ വട്ടം നിൽക്കും. കണ്ണടച്ചിരിക്കണം, മുട്ടയുടെ മടക്കിയിരിക്കണം, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കൊച്ചു പയ്യനായ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്കിലും അവിടെ മുമ്പോട്ട് തുടർന്നു. അതിനുശേഷം ദൈവം ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുവന്നു. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, പപ്പയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോയപ്പം എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല, എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അതിനുശേഷം മമ്മിക്ക് ശ്രീധരമായി കിട്ടിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു വീട് വെച്ചു. അത് മാറ്റി വേറെ 2 വീടും കൂടി പുതുതായിട്ട് പപ്പ അവിടെ അതിനോട് ചേർന്ന് പണിതു. ഇപ്പം ഈ വർഷത്തിന്റെ ആരംഭത്തില് ഇച്ചിരി പൊക്കത്തിൽ, റോഡിൽ നിന്ന് അല്പം പൊക്കത്തിൽ നിന്നിട്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റി 2 നിലയിൽ, ഞാൻ നിലയൊന്നും പറയുമല്ലെങ്കിലും എൻ്റെ അനിയന്മാരും അവർക്ക് ജോലിയൊക്കെ ആയിട്ടുണ്ട്, അവരൊക്കെ കൂടി നല്ല മനോഹരമായ ഒരു വീട്
ഇപ്പൊ അവിടെ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത്, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുക, ഉറച്ചു നിൽക്കുക. സാഹചര്യങ്ങളെ മാറ്റിവിടുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ എല്ലാ സാഹചര്യങ്ങളെ മാറ്റി പുറകോട്ട് നോക്കുമ്പോൾ കൈ ഉയർത്തി നന്ദി ദൈവമേ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റാത്ത ആ സമയങ്ങളിലേക്ക് ദൈവം കൊണ്ടെത്തി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് പെന്തിക്കോസ് അനുഭവത്തിലേക്ക് വന്നത്. പക്ഷെ കുറച്ച് മുമ്പോട്ട് സ്കൂളും പഠനം അതുപോലെ കോളേജിലെ കാര്യങ്ങളും ആ സമയത്തൊക്കെ എനിക്കിത് അത്ര അസ്വസ്ഥയായിട്ട് തോന്നി. കാരണം ഇത് വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന, പിന്നെ ഞായറാഴ്ച, ഏറ്റവും എനിക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ കർത്തൃമേശയ്ക്ക്. മറ്റേത് നമ്മുടെ മർത്തോമയിലൊക്കെ അവിടെ ഇങ്ങനെ മുട്ടുകുത്തി ഇതാ പറഞ്ഞാൽ മതി, എല്ലാം വായിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ഭയങ്കര ഭയപ്പെടുത്തും. ഞായറാഴ്ച കർത്തൃമേശ എടുത്ത് വെളി വരുമ്പം ദൂരെ നിന്ന് വരുന്ന വണ്ടി കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കുവായിരുന്നു, ഇത് വന്ന് ഇടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. കാര്യം അതുപോലാണല്ലോ പറയണേ. അപ്പൊ ഇതെടുത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾ തെറ്റായി തുടരുത്. അപ്പം അതെല്ലാം അങ്ങ് അസ്വസ്ഥയായി. അപ്പൊ അങ്ങനെ ഞാൻ പതിയെ ചർച്ചയോടുള്ള ബന്ധങ്ങൾ മാറാൻ തുടങ്ങി, എന്റേതായ വഴിക്ക് മാറാൻ തുടങ്ങി. പക്ഷേ ചെറുപ്രായത്തിൽ ഞാൻ പറഞ്ഞ എനിക്ക് തിരുമേനി ആവണമെന്നും ദൈവവേല ചെയ്യണമെന്നും പറഞ്ഞത് എൻ്റെ പപ്പയും മമ്മിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം അതിൽ മുദ്രയിട്ടിരുന്നു. വർഷങ്ങൾ മുമ്പോട്ട് പോയി, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയി, ചർച്ചിൽ പോകാതായി, വീട്ടിൽ വരാതായി, കൂട്ടുകാരോടൊപ്പം എൻ്റെ ജീവിതം അങ്ങനെ കൊണ്ടുപോയി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എനിക്ക് നടുവിന് ഒരു വേദന ആരംഭിക്കുകയും എൻ്റെ ഒരു ഇടത് സൈഡ് മൊത്തം ഏകദേശം 70% ഒരു തളർച്ച ബാധിച്ചതുപോലെ, നടുവിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. മാറി പല ഹോസ്പിറ്റലുകളിൽ എന്നെ കൊണ്ടുപോയി വെയിറ്റ് ഇട്ട് കിടക്കുകയും റെസ്റ്റ് എടുക്കുകയും മെഡിസിൻ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടും കൃത്യമായ ഒരു സൗഖ്യത്തിലേക്കോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ആരോഗ്യത്തിലോട്ട് വരാതായി. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു, ഇനിയും ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കാനായിട്ട് പോവാം. അപ്പൊ ഞാൻ കൂടിക്കൊണ്ടിരുന്ന എന്റെ ചർച്ചിലെ പ്രിയപ്പെട്ടവർക്ക് അതൊരു വലിയ സന്തോഷമായി ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിനകത്ത് ചെറിയൊരു ക്രുക്കഡ് ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ബൈബിൾ കോളേജിൽ പോകുമ്പോൾ ഇതങ്ങ് ശരിയാവും, അപ്പൊ നമുക്ക് മറ്റേ വഴിയിലോട്ട് തിരിയാവുന്ന ഒരു ചെറിയൊരു ഒരു കണക്കൂട്ടലായിരുന്നു. നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികൾ ചെയ്തു വെച്ചിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി മുമ്പ് ദൈവത്തിന് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോയി. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ബൈബിൾ കോളേജിൽ വെച്ച് വീണ്ടും എനിക്ക് ശരീര അസ്വസ്ഥത ഉണ്ടായി. ഞാൻ വീഴാൻ ഇടയായി തീർന്നു. അവിടെയുള്ള സഹോദരങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് വീണ്ടും തിരുവനന്തപുരം ശ്രീചിത്ര, പിന്നെ തിരുവല്ല മെഡിക്കൽ മിഷൻ, അങ്ങനെ പല ഹോസ്പിറ്റലുകളായിട്ട് മാറി എന്റെ ചികിത്സ നടന്നുകൊണ്ടിരുന്നു. ഒരു സമയത്ത് ഞാൻ തിരുവല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന സംഭവം ഞാൻ ഓർക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഈ പാട്ടുകൾ എനിക്ക് ഒത്തിരി ബലം തന്നു. ജീവിതത്തിന്റെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എവിടെ നിന്നൊക്കെ ആ സമയത്ത് വരുന്ന പാട്ടുകൾ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം തിരുവല്ലയിൽ ഞാൻ അന്ന് കിടക്കുമ്പോൾ അവിടുത്തെ തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ചാപ്പലിൽ ഞാനിങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ സങ്കടപ്പെടാനുള്ള കാരണം, സ്കാനിങ്ങിന് വേണ്ടി എന്നെ ഇങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ കിടത്തി. എന്റെ തൊട്ടപ്പുറത്തൊരു പെൺകുട്ടിയുണ്ട്, എന്റെ നോട്ടം അനുസരിച്ച് ഒരു 25 വയസ്സടുത്തേ കാണുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ അത് എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ ഞാൻ പതുക്കെ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചോ പറഞ്ഞു, എന്റെ ഹാർട്ട് പിന്നെ പ്രശ്നമാണ്. എന്നിട്ട് അതെന്നോട് പറയാം, ഞാൻ മരിച്ചു പോകും. അപ്പൊ എന്നോട് പറയുക. അപ്പൊ വല്ലാത്തൊരു സങ്കടം തോന്നി. മനുഷ്യന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കണ്ടപ്പോ എന്നോട് ചോദിച്ചാൽ എന്താ പ്രശ്നം, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നടുവിനൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കിടന്നു. അങ്ങനെ ആ കുട്ടി ആ സിസ്റ്റർ അകത്തോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ ഒത്തിരി വിഷമിക്കുന്ന സമയത്ത് എന്റെ ചെവിയിലേക്ക് വന്നൊരു പാട്ടാണ്, ഞാൻ നിന്നെ രക്ഷിക്കും ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി എന്നും കൂടുള്ള ദൈവം. അത് ഒത്തിരി ആ സമയത്ത് ഒത്തിരി ബലം നൽകിയ ഒരു പാട്ടാണ്. ഒത്തിരി നമുക്ക് ശക്തി നൽകിയ ഒരു പാട്ടാണ്. എനിക്ക് ഒത്തിരി ബലം നൽകിയ ഒരു പാട്ടാണ്. അപ്പൊ അതിനുശേഷം അവിടെ വെച്ച് ആ ഹോസ്പിറ്റലിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ പതിയെ കുറച്ച് നാളിന് ശേഷം ബൈബിൾ കോളേജിലേക്ക് പോയി. അതിനുശേഷമാണ് മധ്യപ്രദേശിലേക്ക് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുന്നത്. അവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മധ്യപ്രദേശിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ എന്നെ അറിയാവുന്ന മുഴുവൻ ആളുകളും, വീട്ടിലെ പപ്പായും മമ്മിയും ചർച്ചിലെ ആളുകൾ എല്ലാവരും പറഞ്ഞു, മോനെ ഇതൊരു തെറ്റായ തീരുമാനമാണെന്ന് തോന്നുന്നു. കാരണം നിനക്ക് കാലിന് നല്ല അസ്വസ്ഥതയുണ്ട്, ശാരീരികമായ കുറെ പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ കാലാവസ്ഥ ശരിക്കും അത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എനിക്കൊരു വലിയ ഉറപ്പായിരുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം. അതിനെന്നെ പ്രചോദിപ്പിച്ചത് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒറീസയെ കുറിച്ചും മധ്യപ്രദേശിനെ കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതെന്നെ ഒത്തിരി എന്നിൽ മാറ്റങ്ങൾ വരുത്തി. അരോമ ടിവിയുടെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. നോർത്ത് ഇന്ത്യയെ കുറിച്ച്
കർത്താവ് എന്നോട് സംസാരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ എൻ്റെ അധ്യാപകനാണ് എന്നോട് സംസാരിച്ചത്. അദ്ദേഹത്തിലൂടെയാണ് ദൈവം എന്നോട് ഇടപെട്ടത്. നോർത്ത് ഇന്ത്യ എന്താണെന്നും ഉത്തരഭാരതത്തിലെ സുവിശേഷ സുവിശേഷത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. പി ജെ എബ്രഹാം സാറാണ് പറഞ്ഞു തന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നു, അവസരം കിട്ടുമ്പോഴൊക്കെ യൗവനക്കാരോട് നിങ്ങളും ഷെയർ ചെയ്യുക. ഉത്തരഭാരതത്തിലേക്ക് വയലുകൾ വിളഞ്ഞു കിടക്കുന്നു, ആയിരങ്ങൾ ഇനിയും ആവശ്യമുണ്ട്, ആയിരങ്ങൾ ഇനിയും വരണം, ഇവിടെ ഇനിയും നൂറുകണക്കിന് സുവിശേഷ വേലകൾ തുടങ്ങണം, വാതിലുകൾ തുറക്കണം. അതിനുവേണ്ടി ദൈവദാസന്മാരെ അയക്കുക. നിങ്ങളെ അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കട്ടെ. എന്നെ എൻ്റെ അധ്യാപകൻ അങ്ങനെ ഒരു പ്രോത്സാഹനം നൽകുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് മധ്യപ്രദേശിൽ വന്നു ചേരുവാനായി ദൈവം സഹായിച്ചു. ഞാൻ പറയും, ഞാൻ എവിടെയോ കേട്ടതുപോലെ നല്ലൊരു ബോസും നല്ലൊരു ഭാര്യയും ഉണ്ടെങ്കിൽ ജീവിതം ധന്യകരമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് രണ്ടും ഏതാണ്ട് ഒരു 80% ഓക്കെ ആയിട്ട് ഇതുവരെ ദൈവം നൽകിയിട്ടുണ്ട്. സാജു ജോൺ മാത്യു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ എൻ്റെ നേതൃത്വത്തിലുള്ളതാണ് ജീസസ് മിഷൻ. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ നേതൃത്വം നാരായണൻ തോമസ് സാറ്, അങ്ങനെ പല ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ സാറന്മാരെ ലീഡർമാരെക്കാൾ ഉപരിയായി അപ്പന്മാരെ പോലെ സഹോദരന്മാരെ പോലെ നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യന്മാരാണ്. അങ്ങനെ ഒരു സംഘടനയിൽ, അങ്ങനെ ഒരു വർക്കിൽ വന്ന് ചേരുവാൻ ദൈവം ഇടയാക്കി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഭാര്യ. ഇനി ഒരു കാര്യം ചോദിച്ചാൽ അഹങ്കാരമായി പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവമകളെ തന്നെ ദൈവം എനിക്ക് നൽകി. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ അടുത്ത ഒരു മേഖലയിലെ കാര്യങ്ങളായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് തന്നെ ഇവിടെ ഞങ്ങൾ സുവിശേഷ വേല മുമ്പോട്ട് പോയി. VBS പല ഗ്രാമങ്ങളിൽ VBS നടത്താനും യൂത്ത് മീറ്റിങ്ങുകൾ നടത്താനും പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ നടത്താനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഇടയായി തീർന്നു. പല സ്ഥലങ്ങൾ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കി തീർന്നു. മധ്യപ്രദേശിന്റെ 52 ജില്ലകളും പോയി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളിലും പോയി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് വലിയൊരു അവസരങ്ങളെ നൽകി. അതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒത്തിരി വഴികളാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ കഴിഞ്ഞ ഈ 2009 മുതൽ ഇതുവരെ ഈ മധ്യപ്രദേശിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. ഇതിനിടയിൽ സംഭവിച്ച ചെറിയ ചെറിയ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അതെല്ലാം നോർമലായി സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. പക്ഷെ എടുത്തു പറയേണ്ടതായ ഒരു കാര്യങ്ങളുണ്ട്, 1-2 കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവിന്റെ ദാസിയുടെ 1-2 കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ അതിലേക്ക് വരാം. ഞങ്ങളുടെ കല്യാണം 2014 14 ആണ് കല്യാണമായത്. 2014 മെയ് മാസത്തിൽ 26 ആയിരുന്നു കല്യാണം. നല്ല ഒരു കല്യാണമായിരുന്നു, നല്ല അനുഗ്രഹ കല്യാണമായിരുന്നു, നാട്ടിൽ വെച്ച കല്യാണമായിരുന്നു. നല്ലായിരുന്നു. അതിനുശേഷം ഞാനും അച്ഛൻ്റെ കൂടെ ഇവിടെ MP-യില് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ വർഷം തന്നെ അച്ഛന് 2 പ്രാവശ്യം ജയിലിൽ പോകേണ്ടി വന്നു. കുറച്ച് ദിവസം MP-യില്, കുറച്ച് ദിവസം 1 മാസം മൊത്തം UP-യില് നിന്നു. ആ സമയത്തൊക്കെ ദൈവം എനിക്ക് ഒത്തിരി ബലം നൽകി. ദൈവം ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ദൈവം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞങ്ങള് പല ഗ്രാമത്തിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ദൈവം പല കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ ജയിലിൽ നിന്നപ്പോഴും 1 മാസത്തോളം ഞങ്ങൾക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിള്ളേരൊക്കെ ഒന്നും ചോദിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം 2 കേസ് ഉണ്ടായിട്ട് എന്റെ സ്കൂളിലെ പിള്ളേരുടെ അടുത്തും ടീച്ചറിന്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, നിന്റെ പപ്പ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമായിരുന്നു. അന്നേരം എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ കേസും പിന്നെ UP-യിലെ കേസും കണക്ട് ആവുന്ന ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ദൈവം ഒന്നും വരുത്തിയില്ല. ദൈവത്തോളം ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ദൈവത്തെ ഒത്തിരി സ്തോത്രം ചെയ്യും. അതാണ് ദാസി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ സുവിശേഷ വേലയില് അല്പം കഠിനമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന 2 സംഭവങ്ങളാണ് ജയിലിലേക്ക് എനിക്ക് പോയ സമയങ്ങൾ. പക്ഷെ അതിന്റെ ഒരു മറു സൈഡ് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അല്പം സന്തോഷം കൂടിയുണ്ട് ജയിലിൽ പോയത്. കാരണം ഞാൻ മല്ലപ്പള്ളിയില് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ ഇവിടെ ദമോയില് മിഷണറി ആയിട്ട് വന്നതിന് ശേഷവും ഒക്കെ പലപ്പോഴായിട്ട് മിഷണറിമാരുടെ കുറെ കഥകള് പുസ്തകങ്ങളും ഒക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു.
അപ്പം ഞാൻ കുറെ വർഷങ്ങൾ മധ്യപ്രദേശിൽ വർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ വലിയ പൂമാലയായിട്ട് ആളുകൾ നിൽക്കും. സാജൻ പാഷ വന്നിട്ട് മിഷണറി ആണ്, മധ്യപ്രദേശില് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ മിഷണറി ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തോണ്ടൊരു അസ്വസ്ഥത ഇങ്ങനെ തോന്നുന്നു. മിഷണറി ആണോ ഞാൻ? കാരണം ഞാൻ വായിച്ചിട്ടുള്ള മിഷണറിമാരുടെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ എന്താണ്ട് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി കർത്താവിന്റെ വചനം ഉയർത്തി പറയുന്നു, എനിക്കിപ്പോ ഒരു ചെറുതായിട്ടൊരു സന്തോഷമുണ്ട്, ഞാനൊരു മിഷണറി ആയെന്ന്. അപ്പൊ അതിന് ദൈവം ഒരുക്കിയ 2 വഴികളാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഒരു 2 ദിവസം മധ്യപ്രദേശിലെ ഇവിടെ ജില്ലാ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അത് ഞാൻ മാത്രമല്ല, 9 പേരുടെ കേസ് അതിനകത്തുണ്ടായിരുന്നു. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കൂടെ തന്നെ 8 വർഷത്തോളം വിശ്വാസം ചെയ്യുന്ന ഒരു കുടുംബം കർത്താവിൽ നിന്ന് പുറകോട്ട് പോവുകയും അവരാണ് നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തത്. ഏറ്റവും നമ്മൾ ചങ്കോട് ചേർത്ത് പിടിച്ച ഒരു കുടുംബമായിരുന്നു. അവർ നമുക്കെതിരെ തിരിയുകയും നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തു. ഒത്തിരി അധികം എന്താ പറയുന്നത് കുറ്റങ്ങൾ ആരോപിച്ചാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. 2 വർഷമായിട്ട് ആ കേസ് നടക്കുന്നു. അതിന്റെ ഏതാണ്ട് അവസാന സമയത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നല്ലൊരു ഉത്തരം ദൈവം അതിനകത്ത് നൽകണം. അതുപോലെ അതിനുശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗ്വാളിയാറിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ജോസ്മോൻ എന്ന് പറയുന്ന ദൈവാസനെ കാണാൻ പോവുകയും ഞങ്ങൾ അവിടുന്ന് ചമ്പൽ ഏരിയയിലേക്ക് പല വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഒരു ഗ്രാമത്തിൽ വെച്ച് പെട്ടെന്ന് ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളെ 2 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ ചോദ്യം ചെയ്തു. എവിടെ നിന്നാണ് പണം വരുന്നത്, നിങ്ങൾ ആരെയൊക്കെയാണ് മതം മാറ്റിയിട്ടുള്ളത്. ആ ഒരു ദിവസം മൊത്തം ഏതാണ്ട് 3-ാം തീയതി മുഴുവൻ, ഫെബ്രുവരി 3-ാം തീയതി മുഴുവൻ ഞങ്ങളെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഉപദ്രവങ്ങളായിട്ട്, മാനസിക ഉപദ്രവങ്ങളായിട്ട് ഒത്തിരി അവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളെ അവിടെ നിന്ന് മെഡിക്കൽ എടുക്കാനായിട്ട് അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിലേക്ക് വിലങ്ങൊക്കെ വെച്ച് ഞങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒരു ദിവസം മുഴുവൻ ആ സ്റ്റേഷനകത്ത് കുത്തിയിരുന്നിട്ട്, അല്പം ഒരു ചെറിയ സ്ഥലം തന്നിട്ടുള്ളതാണ്, അവിടെ കുത്തി ഇങ്ങനെ ഇരിക്കണം. അപ്പൊ എന്നിട്ട് അവിടുന്ന് ഞങ്ങളെ ഒരു ദിവസത്തിന് ശേഷം പുറത്തോട്ട് പോലീസ് സ്റ്റേഷന്റെ വെളിയിലോട്ട് കൊണ്ടുവരും. പോലീസ് സ്റ്റേഷന്റെ വെളിയിലോട്ട് കൊണ്ടുവന്ന് 2-3 സ്റ്റെപ്പ് വെച്ചപ്പോൾ പുറയുന്നൊരു സൗണ്ട് കേൾക്കാം, പ്രൈസ് ദി ലോർഡ് എന്നൊരു സൗണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് നമ്മുടെ പരിചയമുള്ള ഏതെങ്കിലും ദേവദാസന്മാർ അവിടെ നിൽക്കുമായിരിക്കും. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പം ഈ വിലങ്ങ തന്നെ പിടിച്ചേക്കുന്ന പോലീസുകാരനെ പ്രൈസ് ലോർഡ്. അപ്പൊ അത് നമുക്കൊരു അത്ഭുതമായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ, അപ്പൊ നമ്മൾ ഓർക്കിനെ കളിയാക്കുന്നതാണോ? പറഞ്ഞു, ഞാനൊരു ചർച്ചിൽ പോകുന്ന ഒരു വിശ്വാസിയാണ്. അപ്പൊ അതാണ് ഈ മരുഭൂമിയിൽ ഒരു മഴ പെയ്യെന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ പ്രൈസ് ലോർഡ് ഒത്തിരി ബലം നമുക്ക് നൽകി. ആ പോലീസുകാരൻ വണ്ടിയുടെ പുറകിലൊക്കെ ഞങ്ങളെ കയറ്റാതെ ഇടയ്ക്കത്തെ സീറ്റിൽ നന്നായിട്ട് ഞങ്ങളെ ഇരുത്തി. അങ്ങനെ ഞങ്ങളെ കോർട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിൽ ചെന്നപ്പോഴാണെങ്കിലും ആദ്യമായിട്ട് ചെല്ലുന്നവരുടെ ആ പ്രശ്നങ്ങളൊക്കെ ആ പോലീസുകാരൻ മാറ്റി പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ ആളാ, നേരെ വിട്ടാൽ മതി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം മാറ്റി തന്നു. അപ്പൊ അകത്തേക്ക് ചെല്ലുമ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം കുറെ നാളുകളായിട്ട് UP-യിലെ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, UP-ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ദേവദാസന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ ഒരു സെല്ലിനകത്ത് ഏതാണ്ട് ഒരു 11 ദിവസം ഞങ്ങൾ കിടന്നു. അതിനകത്തൊരു 70 പേരോളം ഉണ്ട്. ആദ്യത്തെ ദിവസങ്ങളൊക്കെ അല്പമായ പ്രയാസങ്ങളും അല്പമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയിലാണ് അവിടെ ചെല്ലുന്നത്, ഒരു 8 മണിയാകുമ്പോൾ. അപ്പോഴത്തേന് ഈ തണുപ്പിന്റെ ഫെബ്രുവരി നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അന്ന് രാത്രിയിൽ എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിൽ ഞാൻ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ വന്നിട്ട് തണുപ്പത്ത് ഏറ്റവും കൂടുതൽ വിറച്ചത് ആ രാത്രിയിലായിരിക്കും. അതായത് ഈ തണുത്തു വിറയ്ക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. എങ്ങനെ പിടിച്ചിട്ടും തണുപ്പിനെ പിടിക്കാൻ പറ്റാത്ത ഒരു തണുപ്പായിരുന്നു ജയിലിൽ അനുഭവിക്കാൻ പറ്റിയത്. കാരണം വേറെ വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു തണുപ്പിനുള്ളത്. ചെറിയൊരു കമ്പിളി മാത്രമേ അവർ തന്നുള്ളൂ. അതില് ഒത്തിരി വിറച്ച് അവിടെ കിടക്കേണ്ടി വന്നു. എങ്കിലും ആ ഒരു ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റപ്പോൾ ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ കാര്യം, അന്ന് രാത്രി കഴിച്ച പ്ലേറ്റ് കണ്ടിട്ടാണ്. ആ പ്ലേറ്റ് സ്റ്റീൽ കൊണ്ടുള്ള ഈ കുഴികളൊക്കെ ഉള്ള പ്ലേറ്റാണ്. അപ്പൊ അതിന് എന്ത് പറഞ്ഞേ, ഈ മഴവിൽ കളർ പോലെ തന്നെ പല കളറുകളുണ്ട് അതിനകത്ത്. കാര്യം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ആയതുകൊണ്ട്. അപ്പൊ അതിനകത്ത് കുറെ ദിവസങ്ങൾ ഡെയിലി കഴിക്കേണ്ടതായിട്ട് വന്നു. ഞാനിതൊക്കെ പറയുന്നത്, ഇതെല്ലാം ദൈവം ഒരു എക്സ്പീരിയൻസ് പോലെ, ഒരു അനുഭവം പോലെ ജീവിതത്തിൽ തരികയായിരുന്നു. അതിനുശേഷം ഞങ്ങളെ 11 ദിവസത്തിന് ശേഷം വേറൊരു സെല്ലിൽ കൊണ്ട് പാർപ്പിച്ചു. അവിടെയും ഞങ്ങള് ബാക്കിയുള്ള ദിവസങ്ങൾ അവിടെയായിരുന്നു. ഈ 2 സെല്ലിലും കൂടി ഏകദേശം ഒരു 200-ലധികം ആളുകളെ നമ്മുടെ അടുത്ത് കിട്ടി. അതായത് നമ്മുടെ കൂടെ 1000 ആളുകൾ ആ ജയിലിലുണ്ട്. പക്ഷെ 200-ലധികം ആളുകളെ നമ്മുടെ കൂടെ കിട്ടി, നമ്മുടെ കൂടെ ഉള്ളു. ഏറ്റവും സന്തോഷകരമായ സമയമായിരുന്നു ജയിലിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അടിയോ ഉപദ്രവങ്ങളോ ഒന്നും അവിടെ ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ
കേരളവാലെ വരാൻ പറയുമ്പോൾ ഞങ്ങൾ ചെല്ലും. അപ്പൊ ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, തിരിച്ചയക്കും. അവർ കേരളവാലെ ഒരു സന്തോഷമായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എനിക്കും കർത്താവിന്റെ ദാസൻ ജോസ് മോൻചാനും ഒരുപോലെ പറയാൻ പറ്റുന്നത്, അവിടെയുള്ള ഏതാണ്ട് ഒരു 10, ഞങ്ങളുടെ കൂടെ 200 പേരിൽ കിട്ടിയതിൽ ഒരു 10 പേരെ ഒഴിച്ച, അതായത് യൗവനക്കാരായിട്ടുള്ള പ്രായം കുറഞ്ഞ സഭ, അവർ കേൾക്കാൻ അത്ര മനസ്സ് കാണിച്ചില്ല. ബാക്കി എല്ലാവരോടും എന്ന് പറയുന്ന ഒരു അതിശോക്തിയില്ല, എല്ലാവരോടും യേശു രക്ഷകൻ എന്ന് പറയാൻ, യേശു മാത്രമേ ആ നിത്യതയിൽ നിങ്ങളെ എത്തിക്കുള്ളൂ എന്ന് പറയുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. നന്നായിട്ട് സുവിശേഷം പറയാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഭയം തോന്നിയത്. എന്ത് കേസിനാണോ അകത്ത് പോയത് അത് തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒന്നും തോന്നിയില്ല. ഓരോരുത്തരുടെ അടുത്ത് പോയി കുത്തിയിരിക്കും, യേശുവിനെ കുറിച്ച് പറയും. പിന്നെ ചിലര് ചോദിച്ചു, ഭയ്യ ഈ ധരം പരിവർത്തനം എന്ന് പറഞ്ഞ എന്നാ? അപ്പൊ അത് നല്ലൊരു കാര്യമായി. അപ്പൊ അത് നന്നായിട്ട് എന്താ സുവിശേഷം പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഒത്തിരി ആളുകളെ അങ്ങനെ അടുത്ത് കിട്ടി, അവരോട് സുവിശേഷം പറയാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ സമയമായിരുന്നു ജയില്. കാരണം അങ്ങനെയുള്ള ആളുകളോട് ഞാൻ ഒരിക്കലും സുവിശേഷം പറഞ്ഞിട്ടില്ല. കാരണം ഈ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഒന്നില് ജില്ലാ ജഡ്ജ് ഈ കേദികളെ കാണാനായിട്ട് അവിടെ വരും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോലീസ് അധികാരികൾ വരും. അപ്പൊ നമ്മുടെ ഒരു കുറ്റപത്രം, ഒരു പേപ്പറുണ്ട്, അത് പിടിച്ച് ഇങ്ങനെ എല്ലാവരും നിൽക്കണം, വരിയായിട്ട് നിൽക്കണം. അപ്പൊ ആദ്യത്തെ വ്യാഴാഴ്ച ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ നോക്കിയിട്ട് ചോദിച്ചു, ആഹാ 3 ധാരയോ, 3 കുറ്റമേ ഉള്ളൂ, ഇതും കൊണ്ടാണോ നിങ്ങൾ ജയിലിൽ വന്നത്? അപ്പൊ ഞങ്ങൾ അവരുടെ അതിനകത്തൊക്കെ നോക്കിയപ്പോ കോളം തികഞ്ഞ് ഇനി എഴുതാനും വേറെ ഒട്ടിക്കണം പേപ്പർ, അതുപോലെ കുറ്റം നിറച്ച സംഭവങ്ങളാണ്. വലിയ പാർട്ടികളാണ്, 6-7 പേരെയൊക്കെ തട്ടിയവരായ, അതായത് ഈ ചമ്പൽ ഏരിയയിലുള്ള ആളുകളാണ്. ചമ്പൽ ഏരിയയിലെ ആളുകളുടെ സ്വഭാവം നമുക്കറിയാം. അവരുടെ കൂടെയാണ് വരുന്നത്. ഞാൻ ആദ്യത്തെ രാത്രിയിലൊക്കെ ഓർത്ത് ആരെങ്കിലും ഈ രാത്രി ഇതിന് തീയിട്ട തന്നെ ഈ ജയിലിന്റെ ഇതിനകത്ത്. കാര്യം ഒറ്റ ഒരു വാതിലേ ഉള്ളൂ, അത് പൂട്ടിയിട്ട് പോലീസുകാരൻ പോവുകയും ചെയ്യും. പക്ഷെ അവരുടെ കൂടെ ദൈവം നമ്മളെ സന്തോഷകരമായി നിർത്തി യേശുവിനെ കുറിച്ച് പറയാൻ പറ്റി. 2 പാട്ട് ഞാൻ ജയിലിൽ വെച്ച് എഴുതി. അത് വലിയ സന്തോഷകരമായി എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ജയിലിൽ ദൈവം തന്നു. ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു കാര്യം, ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കണേ എന്ന് ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞു. അതൊരു ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. പിന്നെ ഒരു കുറച്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ചില സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ കേസൊക്കെ ചെറിയ കേസാ, നീ പെട്ടെന്ന് ഇറങ്ങിപ്പോകും, അപ്പോ നീ എൻ്റെ വീട്ടിലൊന്ന് പോകാമോ, എൻ്റെ അമ്മയെ ഒന്ന് കാണാമോ, എൻ്റെ ഭാര്യയോടൊന്ന് സംസാരിക്കാമോ, എൻ്റെ കുട്ടിയോടൊന്ന് സംസാരിക്കാമോ? ഇത് കേട്ട് നിന്ന മറ്റാൾ പറയാണ്, ഇത് അത്ഭുതമായിട്ടോ, ഇതൊന്നും ആരും ഇവർ പറയില്ല. കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയായി, ഇവൻ പോയി വേറെ എന്തെങ്കിലും ഒപ്പിക്കുമോ, നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അല്ലെ നിങ്ങളോട് ഇവർക്ക് സ്നേഹമുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ജയിലിൽ വെച്ച് ദൈവം നൽകി. അപ്പൊ തന്നെ വീട്ടില് ലിയായെയും കുഞ്ഞുങ്ങളെയും ദൈവം സന്തോഷകരമായി വെച്ചു. ഒത്തിരിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരും ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി തീർന്നു. എനിക്ക് തോന്നുന്നു നിരന്തരമായി പ്രാർത്ഥിക്കാൻ കിട്ടിയ ഒരു സമയമായിരുന്നു ജയിലിലുള്ള സമയം. കാര്യം വേറെ ഡ്യൂട്ടികളും കാര്യങ്ങളും ഒക്കെ ചെറിയ പരിപാടികളും ഉള്ളൂ, ബാക്കി സമയത്ത് പ്രാർത്ഥിക്കാമല്ലോ. നന്നായി പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരങ്ങളെയൊക്കെ ദൈവം നൽകി. ഞങ്ങള് പോരുന്നതിൻ്റെ അന്ന് ഞങ്ങളെ രാവിലെ 6 മണിയായപ്പം ഞങ്ങളുടെ പേര് വിളിച്ചു, നിങ്ങൾക്ക് ഇത് പുറത്തു പോകാം എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ ആ സെല്ലിലുള്ള എല്ലാവരും എണ്ണീറ്റ് എന്നിട്ട് ഒരാൾ ഒന്ന് ബാഗ് വാങ്ങിച്ചു, ഒരാൾ കൈ കൊടുക്കുക, എല്ലാവരും കൈ തരാൻ വന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു നിരാശ, ഒരു വിഷമം. ഇനി വരണോന്ന് പറയാനോ പോകല്ലെന്ന് പറയാനോ പറ്റൂലല്ലോ. പക്ഷെ എന്താണ്ടൊരു സ്നേഹം, അസ്വസ്ഥത അവരെ നന്നായിട്ട് കാണാൻ പറ്റി. ഞാൻ ഒത്തിരി കർത്താവിന് സ്തോത്രം പറയുന്നു. കാരണം നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മൾ ആരുടെ കൂടെ ആയിരിക്കുന്നു, ആരുടെ നാമത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. നമ്മുടെ ലോകത്തിന്റെ ഏത് കോണിൽ പൊക്കോ, വിദേശ രാജ്യങ്ങളാണോ, എവിടെ വേണേലും പോകും. പക്ഷെ അതിനേക്കാൾ ഉപരി ആർക്ക് വേണ്ടി പോയി, ആരുടെ കൂടെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വില. അപ്പം കർത്താവിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ജയിലും നമുക്ക് ഏറ്റവും സന്തോഷകരമാണ്. മധ്യപ്രദേശിലെ ഇവിടെ ഞങ്ങളുടെ ജയിലിൽ എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ ക്രിസ്മസ് പ്രോഗ്രാം നടത്താൻ പോവുകയും പല പരിപാടിക്കും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് അതിനകത്ത് പോയി കിടന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അതിന്റെ മുന്നേ കൂടെ പോകുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഒരവസരം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ, കാരണം ഇനി നടത്തുന്ന ക്രിസ്മസ് പ്രോഗ്രാമിന് കുറച്ചും കൂടെ ഒരു എന്താ പറഞ്ഞ ഒരു ഉന്മേഷം കാണും. എന്താണ് അതിനകത്തെ കാഴ്ചകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ 2 സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിട്ടു. എങ്കിലും അതിൽ നിന്നൊക്കെ ദൈവം പുറത്തു കൊണ്ടുവന്നു. മധ്യപ്രദേശിലെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അവസാന സമയത്തിലേക്ക് വരുന്നു. അതുപോലെ UP-യിൽ ഇതുവരെ ആ കേസിന്റെ അടുത്ത നടപടികളൊന്നും ആയിട്ടില്ല. പ്രാർത്ഥനയിൽ പ്രത്യേകം ഞങ്ങളെ ഓർക്കണം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഉള്ളത്, ഞാനൊരു ഗ്രാമത്തിൽ വർക്ക് ചെയ്യാൻ പോയി. ഞങ്ങളൊരു ഗ്രാമത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കുറെ വർഷം അവിടെ വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ അത് നിന്നുപോയി. അപ്പൊ അവിടെ ചെറിയ വീടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി ഞങ്ങൾ VBS ഒക്കെ നടത്തി.
VBS പങ്കെടുത്ത ഒരു പെൺകുട്ടി VBS കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളെ എൻ്റെ മമ്മിയെ ഞാൻ നാളെ സൺഡേ അല്ലേ, നാളെ കൊണ്ടുവരട്ടെ പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ. അപ്പോൾ അവരെ കൊണ്ടുവന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് ഭൂതത്തിന്റെ പ്രശ്നമുണ്ടെന്നൊക്കെയാ പറഞ്ഞു. പിന്നാണ് എൻ്റെ വൈഫിനോട് അവര് ഷെയർ ചെയ്യുന്നത്, രാത്രിയിൽ സ്വപ്നത്തിൽ അവരെ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരെ അസ്വസ്ഥപ്പെടുത്തുകയും. ഇത് ഒരു കഥ പോലെ ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനൊന്നും എന്റെ കണ്ണിൽ അങ്ങനെ ആളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ സംഭവിക്കും, അങ്ങനെ ഉണ്ടാകും. പക്ഷെ വർഷങ്ങളായിട്ട് അവർ അതിന്റെ അടിമയിലാണ്, പ്രശ്നത്തിലാണ്. ഒത്തിരി മന്ത്രവാദികളും പ്രാർത്ഥനകളും ഒക്കെ നടന്നിട്ടുള്ള ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ആ കഥകളൊക്കെ അറിയാം. ദൈവത്തിന്റെ കരുണയാൽ അവിടെ വന്ന് പ്രാർത്ഥിച്ചു, അവര് സൗഖ്യമായി, അവർ ഒത്തിരി വിടുവിക്കപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ അവർ രാത്രി കിടന്നുറങ്ങി, പതിയെ അവർ വ്യത്യാസമായി. അങ്ങനെ ചെറിയ തോതിൽ ആ ഗ്രാമത്തിൽ വർക്കുകൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം കുറച്ച് സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ വേലിയൊക്കെ കെട്ടി അതിനകത്ത് കുറെ കച്ചിയും വണ്ടിയും ഒക്കെ കയറ്റി ഒരാൾ ഇട്ടിട്ടുണ്ട്. ആ നമ്മുടെ സ്ഥലത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇതാരാ ഇതിങ്ങനെ ചെയ്യുന്നു? അപ്പൊ ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം വന്നു. ഞാൻ ചോദിച്ചു, ഭയ്യ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഭയ്യ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, ഒന്നും ചോദിക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പറയുകയും, ഒറ്റ ക്രിസ്ത്യാനികളെ ഇവിടെ വെക്കത്തില്ല, ഒറ്റ ഒരുത്തിനെയും ഇവിടെ വെപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് ഓടി വന്ന് ഒറ്റ അടിയായിരുന്നു. അപ്പൊ അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം നല്ല പൊക്കമുള്ള ആള്. അപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൈ കൊള്ളിക്കാൻ പറ്റും. നല്ലൊരു അടി ഈ ഒരു സൈഡിലായിട്ട് എനിക്ക് കിട്ടി. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ തന്നെ ലിയ പറഞ്ഞു, മാറാൻ പറഞ്ഞു, അലച്ചു. അപ്പൊ അദ്ദേഹം മാറി. അപ്പം ലിയ പറഞ്ഞു, വെച്ചാൽ പോലീസിനെ വിളിക്കും, നമ്മുടെ സ്ഥലമല്ലേ, എന്നിട്ട് നമ്മളെ അടിച്ചില്ലേ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടിട്ടാണോ എന്തോ അദ്ദേഹം പെട്ടെന്ന് ഓടി അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഞാൻ തിരിഞ്ഞ് ഫോൺ എടുത്ത് നമ്മുടെ ഉള്ള ലീഡേഴ്സിനോടൊന്ന് പറയാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത സമയത്ത് ലിയ പറഞ്ഞു, അച്ഛാ അത് കണ്ടോ, അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കിപ്പോണ്ട് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് നിന്ന ഒരു ചെറിയൊരു ഇതുണ്ട്, ടപ്പര പോലത്തെ വണ്ടിയൊക്കെ കയറ്റിയിടാനുള്ള ചെറിയൊരു പുല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നു, അത് നിന്ന് കത്തുന്നു. അപ്പൊ അതെന്താ സംഭവിച്ചത് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 22 കിലോമീറ്റർ ഉണ്ട്. അവിടെ വന്നതിന് ശേഷം നമ്മുടെ ലീഡേഴ്സ് ഒക്കെ വന്ന് ഞങ്ങൾ ഒന്നിച്ച് അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പറയാനായിട്ട് പോയി. കംപ്ലൈന്റ് ഇത്രയും സമയത്തിനിടയ്ക്ക് ഒരു 40 മിനിറ്റിന്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ 40 മിനിറ്റിനിടയ്ക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ടി എ ചോദിച്ചു, എന്താ വന്നേ? പറഞ്ഞു, സാറേ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ടി എ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിന്റെ പേരാണോ സാജൻ? അപ്പൊ പറഞ്ഞു, അതെ. നിനക്കെതിരെ ഇവിടെ ഒരു പരാതിയുണ്ട്. അതായത് നീ ഒരാളുടെ വീട് വന്ന് കത്തിച്ചു, 42 പേര് കണ്ടതിന്റെ പേപ്പറിൽ പേരെഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം സ്വന്തമായി വീടിന്റെ മണ്ടെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ചിട്ട് ആ കേസ് കൊണ്ട് എന്റെ പേരിൽ പറഞ്ഞ് ഈ 45 മിനിറ്റിനിടയ്ക്ക് അദ്ദേഹം ഒരു പേപ്പറിനകത്ത് അവിടെ വന്ന ആളുകളുടെ 42 പേരെഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടു എന്നും പറഞ്ഞു. അങ്ങനെ അവിടെ ആ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അതിൽ പോലീസുകാർ നമ്മളോട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് ആ കേസ് അങ്ങനെ പോകാൻ ഇടയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഒത്തിരി കാര്യങ്ങൾ മിഷണറി ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കർത്താവിന്റെ ഒരു വേലക്കാരനായിട്ട്, മിഷണറി ആയിട്ട് ഈ ഉത്തരഭാരതത്തിലായിരിക്കാനായിട്ട്. ദൈവം ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നു, ദൈവം ഞങ്ങളെ പുലർത്തുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കന്മാര്, സഹോദരങ്ങള്, അവരൊക്കെ ഞങ്ങളോട് ഒത്തിരി ഈ സുവിശേഷ വേലയിൽ ഞങ്ങളോട് ഒത്തിരി കൂടെ നിൽക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. എൻ്റെ വീട്ടിലെ സംബന്ധിച്ചുള്ള എൻ്റെ പപ്പായും മമ്മിയും 2 അനിയന്മാരാണ്. അവര് പൂർണ്ണമായിട്ടും എന്നെ ഒരു ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ആളാണ് എന്നുള്ള ഒരു കാര്യത്തില്. അപ്പോ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെയൊക്കെ ദൈവം ഉപയോഗിക്കട്ടെ. പിന്നെ ഒത്തിരിയും ദേവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സാമ്പത്തികമായി ഞങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം ഞങ്ങൾക്ക് നൽകി. ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ ഷെയർ ചെയ്യാനായിട്ട്, പറയാനായിട്ടൊരു വേദി ദൈവം ഒരുക്കി തന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോണിനോടും അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് വരിക. കേരളത്തിലുള്ളവരോടാണ് പറയുന്നത്, വെൽക്കം. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാജൻ എബ്രഹാം, സിസ്റ്റർ ലിയ സാജൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
നന്നേ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ലഭിച്ചതായ ആ ഒരു വിളിയും തിരഞ്ഞെടുപ്പും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് നിങ്ങൾ വ്യത്യസ്ത സംസ്കാരത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് വിവിധ ഭാഷ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് നിന്നുകൊണ്ട് രണ്ടുപേർക്കും പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ, സ്ഥലത്ത്, ജനത്തിൻ്റെ നടുവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വളരെ ചെറുപ്പത്തിൽ തന്നെ ഏറെ കഷ്ടതകളുടെ നടുവിലൂടെയാണ് രണ്ടുപേരും കടന്നുപോയതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ച കടന്നുപോയതായ തിക്താനുഭവങ്ങൾ, വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ, വിളിച്ച ദൈവത്തിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുവാൻ, ജീവിതത്തെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ ആയിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നതായ ആ കഷ്ടതയുടെ അനുഭവങ്ങൾ, ജയിലിൽ പോകേണ്ടുന്ന അനുഭവങ്ങൾ, ജയിൽ പുള്ളികളോടൊപ്പം പാർത്ത് അവിടെ സുവിശേഷം അറിയിക്കുവാനിടയായി തീർന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ സഹോദരി ലിയ സിസ്റ്ററും 2 പൊടിക്കുഞ്ഞുങ്ങൾ, 3ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് തനിയെ ഭവനത്തിൽ പാർക്കുന്ന ആ ദിനങ്ങൾ വളരെ വേദനാജനകമായ അനുഭവം. ആരും ആശ്വസിപ്പിക്കുവാനോ ആര് കരുതുവാനോ കൂടെ ഇല്ലാതിരുന്നപ്പോൾ കർത്താവിൻ്റെ കരുതൽ, സ്നേഹം ഒക്കെ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആമേൻ. ഇപ്പോഴും ആമേൻ ധൈര്യം കൈവിടാതെ, വിളിച്ച ദൈവത്തിലുള്ളതായ പ്രത്യാശ കൈവിടാതെ ആ ലക്ഷ്യത്തിലേക്ക് തുടർന്ന് യാത്ര ചെയ്യുവാൻ ഉള്ളതായ ആ പ്രോത്സാഹനത്തെ, പ്രചോദനത്തെ ദൈവം പിന്നെയും ധാരാളമായി മാനിക്കട്ടെ, ആദരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരും ഈ വാത്സല്യ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കൈത്താങ്ങൽ ഈ കുടുംബത്തിന് വലിയ ആശ്വാസമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. തുടർന്ന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഉത്തരഭാരതത്തിൽ സുവിശേഷത്തിന് വേണ്ടിയിട്ട് വയലുകൾ കൊയ്ത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ അയക്കാം. നമുക്ക് പോകാം. പോകുന്നവരെ നമുക്ക് സഹായിക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ തന്നെ അനേകരെ അതിലേക്ക് വഴി നടത്തുവാൻ നമുക്ക് പ്രോത്സാഹനങ്ങളെ കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നാം ആയിരിക്കുന്ന ഇടത്ത് കർത്താവേ, ഞാനിതാ എന്നെ തന്നെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി അങ്ങയുടെ വചനത്തിനായി ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സാക്ഷ്യം പറഞ്ഞതായ കർത്താവിൻ്റെ ദാസൻ പ്രിയ സാജിനെയും ലേസുസിനെയും 2 കുഞ്ഞുങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ സാജൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം അങ്ങ് നൽകിയതിനായി സ്തോത്രം. കർത്താവെ, ആഴ്ചയുടെ ആരംഭ ദിവസത്തിൽ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അതിനുശേഷം ദൈവം നടത്തിയ വഴികളെ കർത്താവെ അന്യോന്യം ഷെയർ ചെയ്യുവാനൊക്കെ ദൈവം നൽകിയ അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബഹുമാന്യ ദൈവദാസിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഡാനിയൽ ജോൺ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിന് വേണ്ടി ഗുജറാത്തിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്ന അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അല്പമായ ശാരീരിക അസ്വസ്ഥതകളുണ്ട്, ദൈവം സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണം. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇത് അനേക പ്രിയപ്പെട്ടവർക്ക് ഒരു വിടുതലും അനുഗ്രഹമാണെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. മുമ്പ് ഇനി വരുന്ന ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവമുള്ളവരെ ദൈവം ഇതിലേക്ക് കൂട്ടിച്ചേർക്കണമേ. കർത്താവിന്റെ വരവോളം ഈ ചാനൽ, ഈ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കണേ. പ്രാർത്ഥനയിലും മറ്റ് കാര്യങ്ങളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇത്രത്തോളം സമയം വേർതിരിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജനും സിസ്റ്റർ ലേയ്ക്കും
അരോമ ടിവിയുടേതായുള്ള നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ കുടുംബമായി ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആമേൻ ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമയപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com